രണ്ട് സൈഡിലും സെറ്റായി. ഇവിടേക്ക് കാല് മുറിഞ്ഞിരിപ്പുണ്ട്, രണ്ട് കാലും ഇതുവരെയാണ്. ഹായ് നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം നമ്മൾ തെന്മലയ്ക്കടുത്തുള്ള രാജത്തോട്ടം എന്ന് പറയുന്ന വ്യൂ പോയിൻ്റ് കാണാനായിട്ടാണ് ഇന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സ്ഥലം വരുന്നത് റോസ്മലയ്ക്ക് അടുത്താണ്. റോസ്മലയ്ക്ക് പോകുന്ന അതേ റൂട്ട് തന്നെയാണ് വരുന്നത്. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് റോസ്മല തിരിയുന്നതിൻ്റെ ഓപ്പോസിറ്റുള്ള റോഡാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. രാവിലെ നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു 9 മണിയായിട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് തന്നെ ഒരു 5 കിലോമീറ്റർ കൂടെ മുന്നോട്ട് പോകാനുണ്ട്. കാരണം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് നമ്മൾ പലതരത്തും വണ്ടിയൊക്കെ നിർത്തി ആണ് ഇവിടം വരെ എത്തിയത്. ഫ്രണ്ടിലേക്കുള്ള വ്യൂ ഞാൻ കാണിച്ചിരുന്നു കേട്ടോ. നല്ല മഴയൊക്കെ പെയ്ത് റോഡൊക്കെ നല്ല കുളമായി കിടക്കുകയാണ്, പൊളിഞ്ഞ് കിടക്കുകയാണ്. കാണിച്ചുതരാം. റോഡ് വന്നിട്ട് ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും റോഡ് ഇതേപോലെ തന്നെ മോശമാണ്, ഇതിനേക്കാളും മോശമാണ് മുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക്. അപ്പോൾ നല്ല മഴയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 5 കിലോമീറ്ററും കൂടെ പോകാനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ താഴെ അവിടെ നിർത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ അവയപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് വരും. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നിപ്പോൾ നമ്മൾ ഈ കാണുന്ന വലതുവശത്തൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് റോസ്മലയിലേക്ക് പോകാം. അതുപോലെ ഇടതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് രാജത്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്കും പോകാം. അപ്പോൾ അതിൻ്റെ ഒരു ബോർഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ രാജത്തോട്ടം എന്നൊക്കെ കൊണ്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇതുവഴിയാണ് ഇനി പോകേണ്ടത്. ആ സൈഡ് പോകുന്നതെന്ന് വെച്ചാൽ റോസ്മലയിലേക്ക് പോകുന്ന റോഡാണ്. അത് ടാറൊക്കെ ചെയ്തിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല. പക്ഷേ ഇങ്ങോട്ട് ഇപ്പുറത്തെ സൈഡ് വരുമ്പോഴത്തേക്ക് ടാറൊന്നും ചെയ്തിട്ടില്ല, ഇതുപോലെ മണ്ണാണ് കേട്ടോ. അപ്പോൾ മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് ഫുള്ള് ചെളിയൊക്കെ ആയി കിടക്കുകയാണ്. അപ്പോൾ പയ്യെ ഇനിയപ്പോൾ അങ്ങോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ കുറച്ച് ദൂരമേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. നല്ല മഴ പെയ്യുന്നുണ്ട്. ഇതുപോലത്തെ വഴിയാണ് കേട്ടോ, ഫുള്ള് മൺപാതയാണ്. അതുകൊണ്ട് തന്നെ പയ്യെ മുന്നോട്ട് വന്നു. എൻ്റെ മോനെ ഫുള്ള് കുളമായി കിടക്കുകയാണ്. ഇത് സെറ്റാണ് സംഭവം. എൻ്റെ മോനെ വെള്ളത്തിൽ കയറി അതുപോലെ വെള്ളമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതുപോലെ മുന്നിൽ ഇതുപോലെ വെള്ളമാണ്. കുഴി ഉണ്ടാകുമെന്ന് അറിയാൻ വയ്യ. ഇവിടെ കുഴപ്പമില്ല, അങ്ങ് പോവില്ല, ഒഴുക്കില്ല. ഇങ്ങനെ വന്നാൽ ഒഴുക്കില്ല. സ്പീഡ് കൂട്ടി വന്നാൽ ചിറകൂല. പോടി. ഇല്ലേ ഇതുപിടി. ഇവിടെ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു 2 കിലോമീറ്റർ കൂടെ നമ്മൾ മുന്നോട്ട് പോകാനായിട്ടുണ്ട്. അപ്പോൾ പാതി വഴി നമ്മൾ വണ്ടി വെള്ളത്തിലായി, സൈലൻസിനകത്തൊക്കെ വെള്ളം കയറി. പിന്നെ കുറച്ച് നേരം വണ്ടി നിർത്തിയിട്ടിരുന്നു. പിന്നെ ഇപ്പോഴാണ് വണ്ടി സ്റ്റാർട്ടായത്. ഇനിയിപ്പോൾ ഒരു 2 കിലോമീറ്റർ കൂടെ നമുക്ക് വണ്ടി ഓടിച്ച് ഇനി മേളിലേക്ക് പോകാനുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കയറി മേളിൽ വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ മേലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെറിയ വഴിയാണ്, അപ്പോൾ നമുക്ക് മേലേക്ക് പോകാം. അപ്പം വഴി സത്യം പറഞ്ഞാൽ കറക്റ്റ് അറിയാൻ വയ്യ കേട്ടോ. നമ്മൾ വന്നിട്ട് 1-2 വഴി കണ്ടു. അപ്പോൾ ഏത് വഴിയാണ് പോകേണ്ടതെന്നുള്ള കറക്റ്റ് ഡയറക്ഷനൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ മുന്നോട്ട് കണ്ട ഒരു വഴിയായി നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ ഇതുപോലെ ഓരോ സ്ഥലത്തും ഇതുപോലെ അരുവിയാണ് കേട്ടോ. മഴയുള്ളതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഇതുപോലെ വെള്ളം തന്നെയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. മുകളിൽ നിന്നാണ് വെള്ളം വന്നേട്ടെ. ഇവിടെ നിന്നിപ്പോൾ നമ്മൾ കുറച്ച് ദൂരം കൂടി മുന്നോട്ട് നടന്നാൽ മതി. ഇതുപോലത്തെ ചെറിയ വഴിയാണ് കേട്ടോ. ഇനി പോകുന്ന വഴി ഇനി ഇത് കറക്റ്റിനെന്ന് അറിയത്തില്ല. നമുക്കിവിടെ വരാനാണെന്നുണ്ടെങ്കിൽ തെന്മല വന്നിട്ട് നമ്മൾ റോസ്മല പോകുന്ന റൂട്ടാണ് വരേണ്ടത്.
അപ്പോൾ കുറച്ച് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് റോസ്മലയിലേക്കുള്ള വഴി രാജവട്ടം പോകുന്ന വഴിയും കാണാം. ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്കാണ് നമ്മൾ വരേണ്ടത്. അപ്പോഴത്തേക്കും രാജവട്ടം വ്യൂ പോയിൻറ്റിലേക്ക് പോകാൻ വരുന്നു. അപ്പോൾ ഇതുപോലത്തെ വഴിയാണ് ചെറിയ അപ്പോൾ നമ്മൾ ഏകദേശം വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തെത്തായിട്ടില്ല. അപ്പോൾ കൂട്ടുകാരൻ്റെ കാലിലൊക്കെ ഫുള്ള് കൊളായിട്ടൊക്കെ അടിച്ച് ഇവിടെ ഉണ്ടോ ഫുള്ള് കടിച്ച് രണ്ട് സൈഡിലും സെറ്റായി. ഇവിടേക്ക് കാല് മുറിഞ്ഞിരിപ്പുണ്ട്. രണ്ട് കാലും ഇതുവരെയാണ്. പിന്നെ നമ്മളിങ്ങനെ ആ കുന്ന് കയറി ഏറ്റവും മേഖല വന്നപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതരം ഒരു അതിഥീനെ കണ്ട്. ഈ ഞണ്ട് ഇവിടെ എങ്ങനെ കയറി വന്നറിയാൻ ഇതുണ്ടോ ഈ കുന്നിൻ്റെ മേഖലയിലാണ് ഇത് കാണുന്നത്. ഇതിന് ജീവനുണ്ട്. നമ്മളിങ്ങനെ തൊടുമ്പോഴത്തേക്ക് ഉണ്ടോ കൈയൊക്കെ നോക്കുന്നുണ്ടോ. ഫുള്ള് നമ്മൾ നിൽക്കുന്നതിൻ്റെ 4 സൈഡും ഇതുപോലെ കോടയായി കേട്ടോ. അത് ഫുള്ളിന് കോടയായിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. ആദ്യം ഇത് സെറ്റായിട്ടുണ്ട്. ഇനി ഇതോ ആ കാണുന്ന അതുവരെ കയറിയായി. കുറച്ചുകൂടെ കയറിയായി. നല്ല കാറ്റുണ്ട് കേട്ടോ. നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്കും ആ സൈഡൊക്കെ ഫുള്ള് കോട കയറി വരുന്നതാണ്. നമ്മളിപ്പോൾ അവിടെ നിന്നാണ് ഇറങ്ങി ഇങ്ങനെ താഴെ വന്നത്. ഈ സൈഡൊക്കെ ഫുള്ള് കോട കയറി വരുന്നുണ്ട്. നല്ല മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തിരിച്ചിറങ്ങാനായിട്ടാണ് നോക്കുന്നത്. കാരണം ആ സൈഡൊക്കെ കാറ്റ് വരുമ്പോഴത്തേക്ക് ഫുള്ള് തെളിഞ്ഞ് വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെ ഒരു വീടൊക്കെ കാണാൻ പറ്റും. പക്ഷേ നമുക്ക് നമ്മുടെ ക്യാമറയിൽ എത്രത്തോളം വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് താഴ്ന്നൊക്കെ ഒരുപാട് ആ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ കയറി വരുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മളിനിയിപ്പോൾ കയറി ഇനിയിപ്പോൾ തിരിച്ച് ഒരു 12 മണി ആയിട്ടുണ്ട്. തിരിച്ചിനിപ്പോൾ താഴേക്ക് ഇറങ്ങണം. അപ്പോൾ നമ്മൾ രാജ്യത്തോട്ടം വ്യൂ പോയിൻ്റ് കണ്ട് ഇനിയിപ്പോൾ തിരിച്ചിറങ്ങാനുള്ള പരിപാടിയാണ്. നല്ല കോടയായിരുന്നു. കാരണം ആ താഴോട്ടുള്ള സ്ഥലങ്ങളൊന്നും നമുക്ക് വ്യക്തമായിട്ട് കാണാനൊന്നും പറ്റില്ല. നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും തിരിച്ചിറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലും നമുക്കൊരു പുതിയൊരു നല്ലൊരു വീഡിയോ കാണാം.